ചൂടുകാലത്തും അതുപോലെ നോമ്പുതുറയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂട് സമയത്ത് അതുപോലെ തന്നെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് ഒരു 1/2 ലിറ്റർ പാലാണ് 250 ml കപ്പിൽ 2 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് പാലൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് 250 ml കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് തിക്നെസ് വേണ്ട അതനുസരിച്ച് നമുക്ക് ഒത്തിരി കട്ടിയിൽ വേണമെങ്കിൽ അതനുസരിച്ച് 2 ടേബിൾ സ്പൂൺ എങ്കിലും കസ്റ്റാർഡ് പൗഡർ ചേർക്കണം. ഇതിപ്പം ഞാൻ കുടിക്കാവുന്ന രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാലിലേക്ക് തന്നെ ഇത് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കലക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് എടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വന്ന് വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫാക്കി കൊടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് ആ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് വെന്ത് വന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ആറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ട് അത് നടുക്കത്തെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ആപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടാണ് ഇട്ടത്. ഇതിലേക്ക് ഞാനൊരു മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് കയ്യിലുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുന്തിരിയാണ് ചേർക്കുന്നത്. മുന്തിരിക്ക് കുറച്ചൊരു പുളിയുണ്ട്, അത് കാരണം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേർഡ് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കസ്കസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണോളം കസ്കസ് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തണുത്തിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് തണുപ്പിച്ചോ ചൂടോടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടെ ഇവിടെ സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഞാൻ ഐസ്ക്രീമൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ഇത് മൊത്തം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മധുരത്തിന് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇരുന്ന കുറച്ചൊരു മുന്തിരിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മധുരമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിക്കാതെയും ചൂടോടെയും കഴിക്കാം കേട്ടോ. ചൂടോടെ കഴിക്കാനും നല്ലതാണ്, തണുത്തിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാനിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ക്ഷീണം മാറാനും ദാഹം മാറാനും ഒക്കെ നല്ലതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.